സർ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു തരത്തിലുള്ള അയവും വരാനുള്ള സാധ്യതയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ തന്നെയാണോ കാര്യങ്ങളും? അതായത് ജനീവയില് ചർച്ച നടന്നു. നേരത്തെ ഒമാനിലൊരു ചർച്ച നടന്നിരുന്നല്ലോ. ഒമാനിൽ നടന്ന ചർച്ച ഒമാൻ വിദേശകാര്യമന്ത്രിയും മറ്റേ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി, ആ ബദർ അൽ ബുസൈദിയും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ ചർച്ച. സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്നറും ആണല്ലോ. പിന്നെ സെൻകോമിന്റെ കമാൻഡറും ഉണ്ടായിരുന്നു, ഗൾഫിലെ സെൻകോം കമാൻഡറും. ഒമാന്റെ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ ചർച്ച. അല്ലാതെ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ച ഒമാനിൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ജനീവയില് ഇപ്പൊ ഒരു ചർച്ച നടന്നു. ജനീവയില് ചർച്ചയും എങ്ങും എത്തിയിട്ടില്ല. ജനീവയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കൂടിച്ചേരാമെന്ന് പറഞ്ഞിട്ട് പിരിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രി അരാക്ചി പറഞ്ഞു മുമ്പത്തേക്കാൾ ഭേദമാണ്, ഒരു പൊതു ധാരണ ഉണ്ടായി വരുന്നുണ്ട്, ഈ നിർദ്ദേശക തത്വങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. അല്ലാതെ ഇത് ആണവ ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ലത്. ഉടനൊന്നും ഈ കാര്യത്തിൽ തീർപ്പുണ്ടാവില്ല എന്നും അരാക്ചി പറഞ്ഞു. ഉടനെയൊന്നും തീർപ്പുണ്ടാവില്ല. അപ്പോൾ സത്യത്തിൽ ചർച്ച അലസി ജനീവയിലെ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആക്സിയോസ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആദരണീയമായ മാധ്യമം ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 50 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കൂടി ഇറാനെ ആക്രമിക്കാൻ ഗൾഫിൽ എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. F-22, F-35, F-16 യുദ്ധവിമാനങ്ങൾ, ജെറ്റുകൾ ആണ് എത്തിയിരിക്കുന്നത് 24 മണിക്കൂറിൽ. അതിന് പുറമെ റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ്, ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാവുന്ന വിമാനങ്ങളും വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 50 യുദ്ധവിമാനങ്ങളും റീഫ്യൂവലിംഗ് വിമാനങ്ങളും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീണ്ട യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ അതിന് പുറമെ 2ാമത്തെ വിമാനവാഹിനി, ഇപ്പൊ എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ ഇറാന്റെ അടുത്തുണ്ടല്ലോ, ഒമാൻ തീരത്തുണ്ട്. 2ാമത്തെ വിമാനവാഹിനിയും കൂടി അയച്ചിട്ടുണ്ട് അമേരിക്ക. അത് USS ജെറാൾഡ് ആർ ഫോർഡ് ആണ്. 2ാമത്തെ വിമാനവാഹിനിയും വരികയാണ്, വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോ 2ാമത്തെ വിമാനവാഹിനി കരീബിയൻ കടൽ വിട്ട് അറ്റ്ലാന്റിക്കിൽ എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് വിർജീനിയയിൽ നിന്ന് തുടങ്ങിയതാണ്, അമേരിക്കയിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങിയതാണ് കഴിഞ്ഞ ആഴ്ച. അകമ്പടിയായിട്ട് 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് എന്ന് പറഞ്ഞാൽ അതും യുദ്ധക്കപ്പലുകൾ തന്നെ, മിസൈലുകൾ തകർക്കാവുന്ന യുദ്ധക്കപ്പലുകൾ അകമ്പടിയായിട്ട് 3 എണ്ണം ഉണ്ട്. അവ USS മഹാൻ, USS ബെയിൻ ബ്രിഡ്ജ്, USS വിൻസ്റ്റൺ ചർച്ചിൽ, 3 യുദ്ധക്കപ്പലുകൾ അകമ്പടിയുണ്ട് വിമാനവാഹിനിക്ക്. ഇറാനിൽ ഇനി എത്താൻ 1 ആഴ്ച മതി എന്നാണ് റിപ്പോർട്ട്. ഒരാഴ്ചക്കുള്ളിൽ 2ാമത്തെ വിമാനവാഹിനിയും വരും. 2ാമത്തെ വിമാനവാഹിനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിമാനവാഹിനി ആക്രമണം നടത്തുകയാണെങ്കിൽ മറ്റേ വിമാനവാഹിനി പ്രതിരോധ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന. പിന്നെ ചില സമയത്ത് അറ്റകുറ്റപ്പണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു വിമാനവാഹിനിയിൽ അതായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ധനം നിറക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ദീർഘകാല യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് 2ാമത്തെ വിമാനവാഹിനിയും കൂടി ട്രംപ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അയച്ചിരിക്കുന്നത്. വിർജീനിയയിൽ നിന്നാണ് ഈ ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ 2ാമത്തെ വിമാനവാഹിനി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്താനായിട്ട് അമേരിക്ക തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യത്തിന് വലിയ തിരിച്ചടിയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ അതെ, അപ്പോൾ ഖമനേയി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറയാം. യുദ്ധക്കപ്പൽ അയക്കുന്നുണ്ട് അമേരിക്ക, യുദ്ധക്കപ്പൽ അപകടകരം തന്നെയാണ്. പക്ഷെ അതിനെ മുക്കുന്ന ആയുധം അതിനേക്കാൾ അപകടമുള്ളതാണ്. അത് അമേരിക്ക ഓർമ്മ വെക്കണം.
എന്നാണ്. കൃത്യമായ ഭീഷണി തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഈ കപ്പലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഈ വിമാനവാഹിനിയൊക്കെ മുക്കിക്കളയും എന്നാണ് ഏറ്റവും ഒടുവിൽ ഖമനേയി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഖമനേയി ഒരു വാചകം കൂടി പറഞ്ഞു, അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ചർച്ചയുടെ പരിഹാരം, ചർച്ച ചെയ്തുണ്ടാക്കുന്ന പരിഹാരം നേരത്തെ അടിച്ചേൽപ്പിക്കുന്നത് അസംബന്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ഈ ഇതിനിടയ്ക്ക് ഇറാൻ ഹോർമൂസ് കടലെടുക്കുന്ന മിസൈൽ വർഷമൊക്കെ നടത്തിയല്ലോ. അപ്പൊ അമേരിക്കയെ ഒട്ടും പേടിയില്ല എന്നുള്ളൊരു സൂചന കൂടി ഇറാൻ നൽകുന്നില്ല. അതായത് അമേരിക്കയുടെ അസറ്റ്സ് ധാരാളം ഉണ്ട് ഗൾഫില്. 8 താവളങ്ങളുണ്ട്. അമേരിക്കയാണ് സത്യത്തിൽ കൂടുതൽ പേടിക്കേണ്ടത്. കാരണം അമേരിക്ക ഗൾഫിൽ വന്നിട്ട് താവളങ്ങൾ സ്ഥാപിച്ചിട്ടേ, ഖത്തറിലെ അൽ ഉദൈദിലാണെങ്കിൽ അവരുടെ താവളമുണ്ട്. ഇറാന്റെ അകത്ത് നിന്നും മിസൈൽ അയച്ചാൽ മതിയല്ലോ തകർക്കാനായിട്ട് ഈ 8 കേന്ദ്രങ്ങളിലേക്കൊക്കെ. അപ്പോ വേറെ ഗൾഫിലെ രാഷ്ട്രങ്ങൾക്കൊന്നും സേനയൊന്നും ഇല്ലല്ലോ. അമേരിക്കയാണല്ലോ അവിടെ എല്ലാ രാജ്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ പേടിപ്പിക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഈ സൈനിക അഭ്യാസങ്ങൾ ഒക്കെ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നടത്തി. ഹോർമുസ് പാതക്കടുത്ത്, കപ്പൽ പാതക്കടുത്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ജനീവയിലെ ചർച്ച തീർന്ന ഉടനെയാണ് ഈ സൈനികാഭ്യാസങ്ങളൊക്കെ ചെയ്തത്. 3 മണിക്കൂറോളം അതുണ്ടായിരുന്നു. ഈ ചർച്ച നടന്നത് ഈ UN-ലെ ഒമാൻ സ്ഥാനപതിയുടെ വീട്ടിലാണ് ഈ ജനീവയിലെ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷം ഖമനേയി ആവർത്തിച്ചു, ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഞങ്ങളുടെ പരമാധികാരത്തിൽപ്പെട്ടതാണ്, അതിൽ അമേരിക്ക ഇടപെടേണ്ടതില്ല. ഞങ്ങൾ കൃഷി, ആരോഗ്യം, ഊർജം ഇത്തരം മേഖലകളിലാണ് ആണവ ഊർജം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്ന് വിദേശകാര്യമന്ത്രി അറാക്ചിയും പറഞ്ഞു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഈ തീരത്ത് ഹോർമുസിൽ പതിക്കുകയും ചെയ്തു. മിസൈൽ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സൈനികാഭ്യാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. IRGCയുടെ ഡ്രില്ലുകൾ ഉണ്ടായി ഇറാൻ പട്ടാളത്തിൻ്റെ ഹോർമുസിൽ. താൽക്കാലികമായി ഹോർമുസിൻ്റെ ചില ഭാഗങ്ങൾ കടലിടുക്കിൻ്റെ അടയ്ക്കുകയും ചെയ്തു ഈ സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട്. ആ സമയത്ത് സുരക്ഷ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്തുകൂടി പോകുന്ന കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് അടച്ചത്. ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ലോകത്തിലെ എണ്ണയുടെ 5/5 അതുവഴിയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ 20% എന്ന് പറയാം ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സംഘർഷം ഉരുണ്ടുകൂടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2ാം വിമാനവാഹിനി വന്നാൽ മാത്രമേ ഈ ആക്രമണവും പ്രതിരോധവും ഒന്നിച്ച് അമേരിക്കക്ക് നടക്കുള്ളൂ. അപ്പോൾ അന്ന് ആദ്യം ഇത് വിർജീനിയയിൽ നിന്ന് പുറപ്പെടാൻ ഇനി സമയം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മാർച്ച് മധ്യത്തോടുകൂടി ഗൾഫിലെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അതല്ല, ഇത് ഉടനെ പുറപ്പെട്ടിട്ടുണ്ട് അല്ലേ? അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇത് പുറപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഇത് ഇറാന്റെ അടുത്തെത്തും എന്നാണ് പറയുന്നത്. അപ്പം മാർച്ച് മധ്യം അല്ല, ഈ മാസം അവസാനം തന്നെ സംഭവങ്ങൾ. അതെ, ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ ഒരു 22, 23 ആ സമയത്തൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് 2ാം വിമാനവാഹിനി. അതുവരെയുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനം എന്നുള്ള നിലയ്ക്കാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ഇറാനും ബോധ്യമുണ്ട്. രണ്ടുപേരും ഹിംസാത്മകമായ സംസാരമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്ത് കളയുന്നല്ലേ രണ്ടുപേരും പറയുന്നത്. നിങ്ങളടിച്ചാൽ ഞങ്ങളും തീർക്കും, ഞങ്ങളെ അടിച്ചിരിക്കുന്ന ട്രംപും പറയുന്നു. 2ാമത്തെ വിമാനവാഹിനി വരുന്നത് വരെ ഈ ചർച്ചയും സന്ധിയുമാണെന്ന് ഈ മാലോകർക്ക് തോന്നും. അത്രയേ ഉള്ളൂ. ആ വർത്തമാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഈ സന്നാഹം, സേനാവ്യൂഹം, സന്നാഹം ഇതൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെടുന്നു അമേരിക്ക. 1, യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം. 2, മിസൈൽ പദ്ധതി അത് അവസാനിപ്പിക്കണം.
ഈ നിഴൽ യുദ്ധക്കാരുണ്ടല്ലോ, ഹൂത്തികൾ തുടങ്ങിയവര്, ഉം. ഇവരെ തീർത്തും തീർക്കണം. അതിൽ ഈ മിസൈൽ പദ്ധതി എന്നുള്ള സംഗതി ചർച്ച ചെയ്യാനേ പറ്റില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചർച്ച ഒരു സ്ഥലത്തും എത്തില്ല എന്നുള്ളതാണ്. സമ്പുഷ്ടീകരണം നിവൃത്തിയില്ല. ഞങ്ങൾ സമ്പുഷ്ടീകരിച്ചത് റഷ്യയിലേക്ക് അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ 400 കിലോ അതെ 10 അണുബോംബിനുള്ളത് ഉണ്ട്, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇറാനും വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നു. 50 യുദ്ധവിമാനങ്ങൾ കൂടി ഗൾഫിൽ എത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.